ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട്. ഉരുൾപൊട്ടലിൻ്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമായി വരുന്നതേയുള്ളൂ. ഉറക്കത്തിൽ സംഭവിച്ച ദുരന്തം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് രക്ഷപ്പെട്ടവർ. രാത്രി 1 മണിയോടെ ഭീകരമായ ശബ്ദം കേട്ടു. തുടർന്ന് വീട്ടിന് സമീപത്തുള്ള കുന്നിലേക്ക് ഓടിക്കയറി എന്നാണ് രക്ഷപ്പെട്ടൊരു സ്ത്രീ പറയുന്നത്. രാവിലെ വെളിച്ചം വന്നതോടെയാണ് കുന്നിന് താഴെ എല്ലാം ഒഴുകിപ്പോയതായി കണ്ടത്. മുണ്ടക്കൈ ടൗൺ അപ്രത്യക്ഷമായി. 150ഓളം പേർ ഇവിടെ കുന്നിന് മുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷപ്പെട്ടവരിൽ പലർക്കും ഗുരുതര പരിക്കുകളും പറ്റിയിട്ടുണ്ട്. ഇവരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. 5 മണിയോടെ ഈ പ്രദേശം ഇരുട്ടിലാകും. പിന്നീട് രക്ഷാപ്രവർത്തനം ദുഷ്കരമാകും. മുണ്ടക്കൈ മേഖലയിലേക്ക് പൂർണ്ണതോതിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. NDRFൻ്റെ 5 പേരടങ്ങുന്ന ചെറു സംഘത്തിന് മാത്രമാണ് ഇതുവരെ മുണ്ടക്കൈയിലെത്താനായത്. ചൂരൽപ്പുഴയ്ക്ക് അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്നവർക്ക് NDRF സംഘം ഭക്ഷണം എത്തിച്ചു നൽകി. പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെയാണ് ഉദ്യോഗസ്ഥർ പുഴ കടന്ന് അക്കരെ എത്തിയത്. നിലവിൽ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് കോഴിക്കോട്ടു നിന്നുള്ള 150 അംഗ സൈനിക സംഘം ചൂരൽമലയിലെത്തി. ഇവർ മുണ്ടക്കൈയിലേക്ക് താൽക്കാലിക പാലം നിർമ്മിക്കാനുള്ള സാധ്യതകൾ തിരയുകയാണ്. കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോറിലെ 160 പേരടങ്ങുന്ന സംഘവും ബംഗളൂരുവിൽ നിന്ന് സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിങ്ങും വയനാട്ടിലെത്തി. ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പാക്കുക. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റവന്യൂ സെക്രട്ടറി സൈന്യത്തിൻ്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ VT മാത്യൂസുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. രക്ഷാപ്രവർത്തനത്തിന് ഡ്രോണുകളും പോലീസ് നായകളെയും ഉപയോഗിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പോലീസിൻ്റെ ഡ്രോണുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനത്തിന് ഡോഗ് സ്ക്വാഡും രംഗത്തിറങ്ങും. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് എയർലിഫ്റ്റിംഗ് സാധ്യത പരിശോധിക്കാനെത്തിയ 2 ഹെലികോപ്റ്ററുകൾ കാലാവസ്ഥ പ്രതികൂലമായതോടെ വയനാട്ടിലിറങ്ങാതെ തിരിച്ചുപോയി. കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരികെ പോയതോടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായി. ഹെലികോപ്റ്ററുകൾ വീണ്ടും ഇറങ്ങാൻ ശ്രമിക്കുമെന്ന് വ്യോമസേന അറിയിച്ചു. മുണ്ടക്കൈയിൽ 2 വാർഡുകളിലായി 3000-നടുത്ത് ജനങ്ങളാണുള്ളത്. മരണസംഖ്യ വൻതോതിൽ കൂടാനാണ് സാധ്യത. 2 ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായത്. പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത്. ഇതാണ് ഉരുൾപൊട്ടി വന്ന വഴിയാണത്. പുഴ ഇതിൻ്റെ ഈ വീടിൻ്റെ അങ്ങേ ഭാഗത്തു കൂടെയാണ് പുഴ പോകുന്നത്. രക്ഷാപ്രവർത്തനമാണ് സജീവമായിട്ട് നടക്കുന്നത്. അത് ആ വീടിൻ്റെ മുകളിൽ ആളുണ്ട്. അതാ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തെങ്ങ് വലിച്ച് പാലം പോലെ ഇട്ടിട്ട് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നത്. ആ വീടിൻ്റെ മൂലയിലേക്കാണ് വണ്ടിയാണ് തല കുത്തനെ നിൽക്കുന്നത്. അതായത് കാറ്. എന്തായാലും വളരെ പ്രയാസപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ഒരുപാട് വീടുകൾ, എണ്ണി പറയാൻ പറ്റാത്ത അത്ര വീടുകൾ പോയിട്ടുണ്ട്.